നമസ്കാരം. പ്രവാസ ലോകത്തെ വിശദമായ വാർത്തകളുമായി മിഡിസ്റ്റ് അവർ തുടങ്ങുകയാണ്. ഇസ്രയേലിൽ ഇന്നലെ നടന്ന വെടിവയ്പ്പിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് സുരക്ഷാ നടപടികൾ ശക്തമാക്കി. സംഭവത്തിൽ 5 പേരെ അറസ്റ്റ് ചെയ്തതായി സുരക്ഷാ വിഭാഗം അറിയിച്ചു. കിഴക്കൻ തെൽ അവീവിലെ ബെനെ ബ്രാക്കിൽ ഇന്നലെ ഉണ്ടായ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെടുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പോലീസുകാർക്കും സാധാരണക്കാർക്കും നേരെ ആസൂത്രിത ആക്രമണത്തിന് തീവ്രവാദികൾ പദ്ധതിയിട്ടതായി സംശയമുണ്ടെന്ന് ഇസ്രായേൽ സുരക്ഷാ ഏജൻസികൾ വിലയിരുത്തി. 21-കാരനായ ഫലസ്തീൻ പൗരനാണ് വെടിയുതിർത്തതെന്ന് ഇസ്രായേൽ സർക്കാർ വ്യക്തമാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേരെ പിടികൂടിയതായി ഇസ്രായേൽ സുരക്ഷാ വിഭാഗം അറിയിച്ചു. ഒരാഴ്ചക്കിടെ ഇസ്രായേലിൽ നടക്കുന്ന രണ്ടാമത്തെ വെടിവെപ്പാണിത്. തീവ്രവാദി ആക്രമണമാണ് നടന്നതെന്നും ശക്തമായ നടപടികളിലൂടെ ഭീകരത അമർച്ച ചെയ്യുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റ് പറഞ്ഞു. സുരക്ഷാ ഏജൻസികൾ അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ആക്രമണത്തെ അമേരിക്ക ശക്തമായി അപലപിച്ചു. ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കായി എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സന്ദർശിച്ച US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അറിയിച്ചിരുന്നു. മീഡിയ 1 ദുബായ്. സൗദിയിൽ ക്യാൻസൽ ചെയ്യുന്ന റീ എൻട്രി വിസകളുടെ ഫീസ് തിരികെ ലഭിക്കില്ലെന്ന് ആവർത്തിച്ച പാസ്പോർട്ട് വിഭാഗം. ഇഷ്യൂ ചെയ്ത റീ എൻട്രി വിസകളിൽ യാതൊരുവിധ തിരുത്തലുകളും സാധ്യമല്ലെന്നും ജവാസാത്ത് വിഭാഗം അറിയിച്ചു. സൗദിയിൽ താമസ വിസയിൽ കഴിയുന്നവർക്ക് രാജ്യത്തിന് പുറത്തേക്ക് പോയി വരുന്നതിന് അനുവദിക്കുന്ന റീ എൻട്രി വിസകൾ സംബന്ധിച്ച സംശയങ്ങൾക്കാണ് ജവാസാത്ത് വിഭാഗം മറുപടി നൽകിയത്. റീ എൻട്രി വിസ അനുവദിച്ച ശേഷം റദ്ദാക്കിയാൽ അടച്ച തുക തിരികെ ലഭിക്കില്ലെന്ന് പാസ്പോർട്ട് വിഭാഗം ആവർത്തിച്ചു. അനുവദിക്കപ്പെട്ട വിസയിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തുവാനും സാധ്യമല്ല. എന്നാൽ വ്യക്തിഗത പോർട്ടലായ അബ്ഷീർ, മുക്കീം പോർട്ടലുകൾ വഴി വിസ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ക്യാൻസൽ ചെയ്യുന്ന വിസയുടെ ഫീസ് തിരികെ ലഭിക്കില്ല. റദ്ദാക്കിയ വിസ വീണ്ടും അനുവദിക്കുന്നതിന് പുതുതായി ഫീസ് അടക്കേണ്ടതുണ്ടെന്നും ജവാസാത്ത് വിശദീകരിച്ചു. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമാം. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് പ്രഖ്യാപിച്ച ഖത്തർ. മാളുകളിൽ മുതൽ മാസ്ക് ധരിക്കേണ്ടതില്ല. എന്നാൽ ഷോപ്പുകളിൽ മാസ്ക് നിർബന്ധമാണ്. കോവിഡ് കേസുകൾ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് ഇളവുകൾ പ്രഖ്യാപിച്ചത്. ഇന്ന് 123 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 122 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം. ഒരാൾ യാത്രക്കാരനാണ്. ആകെ 1161 കോവിഡ് രോഗികളാണ് ഇപ്പോൾ ഖത്തറിൽ ഉള്ളത്. കുവൈത്തിൽ 5-നും 11-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് രണ്ടാമത്തെ ഡോസ് വാക്സിൻ ഉടൻ നൽകി തുടങ്ങുമെന്ന് ആരോഗ്യ മന്ത്രാലയം. ആദ്യ ഡോസ് സ്വീകരിച്ച കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് അടുത്ത ദിവസം മുതൽ വാക്സിൻ സ്വീകരിക്കാനുള്ള സന്ദേശം അയച്ചു തുടങ്ങുമെന്നും അധികൃതർ അറിയിച്ചു. മിഷ്രിഫ് ഫയർ ഗ്രൗണ്ടിലെ ഹാൾ നമ്പർ 5-ലാണ് വാക്സിൻ നൽകുന്നത്. 45,000 കുട്ടികൾ ഇതുവരെ വാക്സിൻ സ്വീകരിച്ചതായി അധികൃതർ വ്യക്തമാക്കി. ഫെബ്രുവരി 3 മുതലാണ് 5 മുതൽ 11 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് നൽകി തുടങ്ങിയത്. ഈ പ്രായവിഭാഗത്തിൽ രാജ്യത്തെ മൊത്തം കുട്ടികളുടെ 10.5% പേർ മാത്രമേ ആദ്യ ഡോസ് സ്വീകരിച്ചിട്ടുള്ളൂ. സിവിൽ ഇൻഫർമേഷൻ അതോറിറ്റിയുടെ കണക്ക് പ്രകാരം ഈ പ്രായവിഭാഗത്തിൽ 4,30,000 കുട്ടികളാണ് രാജ്യത്തുള്ളത്. മുതിർന്നവർക്ക് നൽകുന്നതിന്റെ 1/3 ഡോസാണ് കുട്ടികളിൽ കുത്തിവെക്കുന്നത്. ആദ്യ ഡോസ് എടുത്ത് 2 മാസം പൂർത്തിയായവർക്കാണ് രണ്ടാം ഡോസ് നൽകുക. അടുത്ത ദിവസം മുതൽ രക്ഷിതാക്കൾക്ക് രണ്ടാം ഡോസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ അയച്ചു തുടങ്ങുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് ഇതുവരെ 15 ലക്ഷം പേർ ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചതായും അധികൃതർ വ്യക്തമാക്കി. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ഒമാനിൽ ഡെങ്കിപ്പനി കേസുകൾ വർദ്ധിക്കുന്നതായി ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് മുഹമ്മദ് അൽ സയ്യിദി. മസ്കത്ത് ഗവർണറേറ്റിൽ ഇതുവരെ 26 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഡെങ്കിപ്പനി പരത്തുന്ന ഈഡിസ് ഈജിപ്തി കൊതുകുകളുടെ വ്യാപനം തടയാൻ സ്വദേശികളും വിദേശികളും തയ്യാറാകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തതോടെ ഊർജിത പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പരിസരങ്ങളിൽ മാലിന്യങ്ങളും ഒഴിഞ്ഞ പാത്രങ്ങളും വലിച്ചെറിയരുതെന്നും കൊതുകുകളുടെ വ്യാപനത്തെ ചെറുക്കുന്നതിന് വാട്ടർ ടാങ്കുകൾ മൂടണമെന്നും മസ്കത്ത് മുനിസിപ്പാലിറ്റി ആവശ്യപ്പെട്ടു. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായ ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ഓഹരി വിപണിയിലേക്ക്. ഗ്രൂപ്പ് സാരഥി MA യൂസഫ് അലിയാണ് ഇക്കാര്യം അറിയിച്ചത്. എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനം എന്ന് നടക്കുമെന്ന കാര്യം വെളിപ്പെടുത്താൻ അദ്ദേഹം വിസമ്മതിച്ചു. ദുബൈയിൽ വാർത്താലേഖകരുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു യൂസഫ് അലി. IPOയിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. എൻ്റെ വിശദ വിവരങ്ങൾ ഏതായാലും അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് GCCയിൽ എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട്. ആ കസ്റ്റമേഴ്സ് നമ്മുടെ ഇന്ത്യക്കാരും മലയാളികളുമുണ്ട്. അവർക്കും ഇതിൽ നിന്ന് ബെനിഫിറ്റ് എടുക്കാം. പിന്നെ എൻ്റെ സ്റ്റാഫുണ്ട് കണ്ടെന്നാൾ. അപ്പോൾ അവർക്കൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവുന്ന രീതിയിലുള്ളൊരു IPO ആയിരിക്കും.
സൗദിയിലേക്ക് വരുന്ന എല്ലാ വിസക്കാർക്കും ഉംറ പെർമിറ്റുകൾ സ്വന്തം രാജ്യത്ത് വെച്ച് തന്നെ നേടാമെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. ഹറം പള്ളികളിലെ റമദാൻ പ്രവർത്തന പദ്ധതികൾ ഇരുഹറം കാര്യാലയ മേധാവി സൽമാൻ രാജാവിന് സമർപ്പിച്ചു. റമദാനിൽ പ്രതിദിനം 4 ലക്ഷം തീർത്ഥാടകരെത്തുമെന്നാണ് ഹറം കാര്യ വകുപ്പ് പ്രതീക്ഷിക്കുന്നത്. ഹറം പള്ളികളിലെ ഈ വർഷത്തെ റമദാൻ മാസത്തിലെ പ്രവർത്തന പദ്ധതി ഇരുഹറം കാര്യാലയം മേധാവി സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന് സമർപ്പിച്ചു. 2 വർഷത്തിന് ശേഷം വരുന്ന നിയന്ത്രണങ്ങളില്ലാത്ത റമദാനിൽ വിപുലമായ പദ്ധതികളാണ് ഇരുഹറം കാര്യാലയം വിശ്വാസികൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ഹറമിൽ എഴുത്തിക്കാഫിരിക്കാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികൾ റമദാൻ 1 മുതൽ 5 വരെയുള്ള ദിവസങ്ങൾക്കിടയിൽ ഹറം കാര്യവകുപ്പിന്റെ വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യണം. അവസാനത്തെ 10 ദിവസങ്ങളിലാണ് എത്തിക്കാഫിന് അനുമതി നൽകുക. ഇത്തവണ റമദാനിൽ ഹറം പള്ളിയുടെ മുഴുവൻ ശേഷിയും വിശ്വാസികൾക്ക് അനുവദിക്കും. പ്രതിദിനം 4 ലക്ഷത്തോളം പേർ ഉംറ ചെയ്യാനെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹറം പള്ളിയുടെ മതാഫിലേക്കും താഴത്തെ നിലയിലേക്കും ഉംറ തീർത്ഥാടകർക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കൂ. തീർത്ഥാടകർക്ക് പ്രയാസരഹിതമായി കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണിത്. റമദാനിലേക്കുള്ള ഉംറ പെർമിറ്റുകൾ അനുവദിക്കുന്നത് തുടരുകയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഏത് വിസക്കാരായിരുന്നാലും ഉംറ പെർമിറ്റുകൾ അനുവദിക്കും. ഇവർക്ക് സൗദിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ സ്വന്തം രാജ്യത്ത് വെച്ചും ഏത്തമർണ ആപ്ലിക്കേഷൻ വഴി ഉംറ പെർമിറ്റുകൾ നേടാം. എന്നാൽ പെർമിറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സമയത്തിന്റെ 6 മണിക്കൂർ മുമ്പ് സൗദിയിലേക്ക് പ്രവേശിക്കാനായില്ലെങ്കിൽ റിസർവേഷൻ സ്വമേധയാ റദ്ദാക്കപ്പെടും. കോവിഡ് സ്ഥിരീകരിക്കുകയോ കോവിഡ് ബാധിതരുമായി സമ്പർക്കം പുലർത്തുകയോ ചെയ്താലും പെർമിറ്റ് റദ്ദാക്കപ്പെടുമെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. കുവൈറ്റിൽ റമദാനിലെ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് ആഭ്യന്തര മന്ത്രാലയം അന്തിമ രൂപം നൽകി. പള്ളികളിലും ആരാധനാ കേന്ദ്രങ്ങളിലും വിശ്വാസികൾക്ക് സംരക്ഷണം ഉറപ്പാക്കാനും പ്രധാന അതിർത്തികളിൽ ഗതാഗതം ക്രമീകരിക്കാനും വിവിധ സേനാ വിഭാഗങ്ങളെ ചുമതലപ്പെടുത്തിയതായി മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ ദിവസം ചേർന്ന ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് റമദാനിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച അന്തിമ രൂപമായത്. രാജ്യത്തുടനീളമുള്ള മാർക്കറ്റുകളിൽ പൊതു പട്രോളിംഗ് സംഘത്തെ വിന്യസിക്കും. താമസ നിയമലംഘകരെയും ഭിക്ഷാടകരെയും നിരീക്ഷിക്കുന്നതിനായി റെസിഡൻസി അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ ഡിറ്റക്ടീവുകളും രംഗത്തുണ്ടാകും. റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഗതാഗത നിയമം ലംഘിക്കുന്നവർക്കെതിരെ നടപടി കർശനമാക്കാൻ യോഗത്തിൽ ധാരണയായി. മറ്റു യാത്രക്കാരെ ഭീതിപ്പെടുത്തുന്ന തരത്തിൽ റോഡിൽ വാഹനം കറക്കുന്ന യുവാക്കളെ നിരീക്ഷിച്ചു പിടികൂടാനാണ് തീരുമാനം. റമദാൻ അവസാന പത്തിലുണ്ടായേക്കാവുന്ന വാഹനത്തിരക്ക് മറികടക്കാനുള്ള മാർഗങ്ങളും യോഗം ചർച്ച ചെയ്തു. രാജ്യത്തെ പൌരന്മാരുടെയും താമസക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ പബ്ലിക് റിലേഷൻ ആൻഡ് സെക്യൂരിറ്റി മീഡിയ വിഭാഗം ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ തൗഹീദ് അൽ കന്ദരി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ഖത്തറിൽ റമദാൻ മാസത്തിൽ സർക്കാർ പൊതുസ്ഥാപനങ്ങളിലെ പ്രവർത്തന സമയം ക്രമീകരിച്ചു. ദിവസവും 5 മണിക്കൂറാകും പ്രവർത്തന സമയം. നോമ്പ് കാലത്ത് എല്ലാ പള്ളികളും പൂർണ്ണമായി തുറക്കുമെന്ന് ഔഖാഫ് മന്ത്രാലയം അറിയിച്ചു. മന്ത്രാലയങ്ങൾ, സർക്കാർ ഏജൻസികൾ, പൊതുസ്ഥാപനങ്ങൾ എന്നിവ നോമ്പുകാലത്ത് രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെയാകും പ്രവർത്തിക്കുക. ജോലിയെ ബാധിക്കാത്ത തരത്തിൽ ജീവനക്കാർക്ക് 1 മണിക്കൂർ വരെ വൈകിയെത്താനും അനുമതിയുണ്ട്. പക്ഷേ 5 മണിക്കൂർ ജോലി സമയം ഉറപ്പുവരുത്തണം. നോമ്പുകാലത്ത് എല്ലാ പള്ളികളും സ്ത്രീകൾക്കുള്ള നമസ്കാര കേന്ദ്രങ്ങളും തുറക്കുമെന്ന് ഔഖാഫ് മന്ത്രാലയവും അറിയിച്ചു. അംഗശുദ്ധി വരുത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ക്രമേണ എല്ലാ പള്ളികളിലും ഉപയോഗിക്കാനാകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. 1000 പരിപാടികളാണ് നോമ്പുകാലത്ത് ഔഖാഫ് മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. മീഡിയ 1, ദോഹ. മക്കയിലെ ഹറം പള്ളിയിലേക്ക് ഭക്ഷണപാനീയങ്ങൾ കൊണ്ടുവരാൻ വീണ്ടും അനുമതി. ശുചിത്വം കണക്കിലെടുത്ത നിയന്ത്രണങ്ങളോടെയാണ് അനുമതി നൽകിയത്. ഇത്തവണ റമദാനിൽ 2000-ഓളം ഇഫ്താർ പെർമിറ്റുകൾ അനുവദിച്ചതായി ഹറം കാര്യവകുപ്പ് അറിയിച്ചു. കോവിഡ് വ്യാപനത്തോടെ ഹറമിനകത്തേക്ക് ഭക്ഷണപാനീയങ്ങൾ പ്രവേശിപ്പിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയിരുന്നു. കോവിഡ് വ്യാപനം കുറയുകയും നിയന്ത്രണങ്ങൾ പിൻവലിക്കുകയും ചെയ്തതോടെയാണ് ഭക്ഷണപാനീയങ്ങൾ കൊണ്ടുവരാൻ വിശ്വാസികൾക്ക് അനുമതി നൽകിയത്. ഇതിനായി ഇരുഹറം കാര്യാലയം മേധാവി ഷെയ്ഖ് ഡോക്ടർ അബ്ദുൾ റഹ്മാൻ അൽ സുദൈസ് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി. റമദാനിൽ റൊട്ടി, ചീസ് പോലുള്ള ഭക്ഷണങ്ങൾ ഹറമിലേക്ക് കൊണ്ടുവരാം. ഹറമിലെ ഇഫ്താർ സുപ്രയിൽ ഈത്തപ്പഴ വിതരണത്തിന് അനുയോജ്യമായ പ്ലാസ്റ്റിക് പ്ലേറ്റുകൾ ഉപയോഗിക്കണമെന്ന് ഹറം കാര്യവകുപ്പ് നിർദ്ദേശം നൽകി. എന്നാൽ ചൂടുള്ള പാനീയങ്ങൾ പ്ലാസ്റ്റിക് ഗ്ലാസുകളിൽ വിതരണം ചെയ്യാൻ പാടില്ല. മൂർച്ചയേറിയ ഉപകരണങ്ങൾ ഹറമിൽ കൊണ്ടുവരുന്നതിനും വിലക്കുണ്ട്. ഇഫ്താർ ഭക്ഷണം ഏറെ നേരത്തെ ഹറമിലെത്തിച്ച് മുറ്റങ്ങളിൽ സൂക്ഷിക്കരുതെന്നും ഹറം കാര്യവകുപ്പ് നിർദ്ദേശിച്ചു. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഹറമിൽ വീണ്ടും ഇഫ്താർ സുപ്രകൾ സജീവമാകുന്നത്. ഇതിനായി 2000-ലേറെ പെർമിറ്റുകൾ അനുവദിച്ചതായി ഹറം കാര്യവകുപ്പ് അറിയിച്ചു. മീഡിയ 1, ജിദ്ദ.
റമദാനിൽ പകൽ സമയങ്ങളിൽ റെസ്റ്റോറന്റുകളും കഫേകളും തുറക്കരുതെന്ന കുവൈറ്റ് മുനിസിപ്പാലിറ്റി. നോമ്പ് സമയങ്ങളിൽ റെസ്റ്റോറന്റുകളും കഫേകളും അടച്ചിടണമെന്നും ഔദ്യോഗിക ഇഫ്താർ സമയത്തിന് 2 മണിക്കൂർ മുൻപ് മാത്രമേ തുറക്കാവൂവെന്നും അധികൃതർ നിർദ്ദേശം നൽകി. ശുചീകരണ തൊഴിലാളികളുടെ ജോലി സമയം പുനഃക്രമീകരിച്ചതായും മുനിസിപ്പാലിറ്റി അറിയിച്ചു. മുനിസിപ്പാലിറ്റി ഡയറക്ടർ എഞ്ചിനീയർ അഹമ്മദ് അൽ മൻഫൂഹിയാണ് ഭരണസമിതി കൈക്കൊണ്ട തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ റെസ്റ്റോറന്റുകളുടെയും കോഫി ഷോപ്പുകളുടെയും ഉടമകൾക്ക് നിർദ്ദേശം നൽകിയത്. റമദാൻ 1 മുതൽ പകൽ സമയങ്ങളിൽ റെസ്റ്റോറന്റുകളും കഫേകളും അടച്ചിടാനാണ് നിർദ്ദേശം. ഔദ്യോഗിക ഇഫ്താർ സമയത്തിന് 2 മണിക്കൂർ മുമ്പ് മാത്രമേ ഇത്തരം സ്ഥാപനങ്ങൾ തുറക്കാവൂ. നിർദ്ദേശം ലംഘിക്കുന്ന സ്ഥാപന ഉടമകൾക്കെതിരെ പിഴയുൾപ്പെടെയുള്ള നടപടികളുണ്ടാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മുനിസിപ്പാലിറ്റിക്ക് കീഴിലെ നഗരശുചീകരണ തൊഴിലാളികളുടെ റമദാൻ സമയക്രമവും എഞ്ചിനീയർ അഹമ്മദ് അൽ മൻഫൂഹി പ്രഖ്യാപിച്ചു. സ്വീപ്പർമാരുടെ ജോലി സമയം പുലർച്ചെ 3 മുതൽ രാവിലെ 10 വരെയായിരിക്കും. രാത്രി 10 മുതൽ പുലർച്ചെ 1 വരെയാണ് ഗാർബേജ് കളക്ഷൻ ട്രക്കുകൾക്ക് അനുവദിച്ചിരിക്കുന്ന സമയം. റമദാൻ 1 മുതൽ പുതിയ സമയക്രമം അനുസരിച്ച് ഡ്യൂട്ടി ക്രമീകരിക്കാൻ കരാർ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുതാൽപര്യം മുൻനിർത്തിയാണ് തീരുമാനമെന്നും ശുചീകരണ തൊഴിലാളികളുടെ സുരക്ഷയിലും ആരോഗ്യത്തിലും മുനിസിപ്പാലിറ്റി ശ്രദ്ധാലുക്കളാണെന്നും അൽ മൻഫൂഹി പറഞ്ഞു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ബഹ്റൈനിൽ റമദാൻ മാസത്തിലെ പ്രവൃത്തി സമയം പ്രഖ്യാപിച്ചു. മന്ത്രാലയങ്ങളും സർക്കാർ ഓഫീസുകളും രാവിലെ 8 മണി മുതൽ 2 മണി വരെയായിരിക്കും പ്രവർത്തിക്കുകയെന്ന് അധികൃതർ അറിയിച്ചു. സൗദി അറേബ്യ ജനറൽ വിഭാഗത്തിലുള്ള അവിദഗ്ധ തൊഴിൽ തസ്തികകൾ നിർത്തലാക്കി. വിദേശികൾ തൊഴിലെടുത്തിരുന്ന ലേബർ, ഡ്രൈവർ, സെയിൽസ് തുടങ്ങിയ മേഖലകളെയാണ് ഒഴിവാക്കിയത്. എന്നാൽ ഇത്തരം തസ്തികകളെ കൃത്യമായ തൊഴിൽ മേഖലകളെ ബന്ധപ്പെടുത്തി അനുവദിക്കുന്നത് തുടരും. രാജ്യം വിദേശ വനിതകൾക്ക് വിദഗ്ധ മേഖലയിൽ തൊഴിൽ വിസകൾ ലഭ്യമാക്കി തുടങ്ങി. അവിദഗ്ധ മേഖലയിൽ വിദേശികൾ വ്യാപകമായി ഉപയോഗിച്ചു വന്നിരുന്ന ജനറൽ പ്രൊഫഷനുകളാണ് നിർത്തലാക്കിയത്. മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിൻ്റെതാണ് നടപടി. ലേബർ, ഇലക്ട്രീഷ്യൻ, മെക്കാനിക്, ഡ്രൈവർ, സെയിൽസ്മാൻ തുടങ്ങിയ തസ്തികകളാണ് മന്ത്രാലയം നിർത്തലാക്കിയത്. ഇത്തരം പ്രൊഫഷനുകളിലേക്ക് ഇനി മുതൽ വിസ മാറ്റുവാനോ പുതിയവ അനുവദിക്കുവാനോ സാധിക്കില്ല. നിലവിലുള്ളവ തുടരുന്നതിന് തടസ്സവുമുണ്ടാകില്ല. എന്നാൽ ഇത്തരം പ്രൊഫഷനുകൾ കൃത്യമായ തൊഴിൽ മേഖലകളെ ബന്ധപ്പെടുത്തി അനുവദിക്കുന്നതിന് തടസ്സമുണ്ടാകില്ലെന്ന് മന്ത്രാലയം വിശദീകരിച്ചു. ഉദാഹരണത്തിന് ലേബർ കൺസ്ട്രക്ഷൻ, ലേബർ അഗ്രികൾച്ചർ, മെക്കാനിക്, എയർ കണ്ടീഷണർ പോലെയുള്ളവ തുടർന്നും ലഭ്യമാകും. ഇതിനകം സമ്പൂർണ്ണ സ്വദേശിവൽക്കരണം പ്രഖ്യാപിച്ച തസ്തികകളും മന്ത്രാലയം ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇത്തരം പ്രൊഫഷനുകളിലുള്ള വിദേശികൾക്ക് രാജ്യത്ത് തുടരാൻ സാധിക്കില്ല. ഇതിനിടെ വിദഗ്ധ മേഖലയിൽ വിദേശ വനിതകൾക്ക് വിസ അനുവദിച്ചു തുടങ്ങി. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്ക് പുറമെയുള്ള തസ്തികകളിലാണ് പുതുതായി വനിതകൾക്ക് വിസ അനുവദിക്കുന്നത്. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. നവലോകത്തിൽ ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിൽ സാങ്കേതിക വിദ്യയുടെ പങ്ക് പ്രധാനമാണെന്ന് UAE ആരോഗ്യമന്ത്രി അബ്ദുൾ റഹ്മാൻ അൽ ഒവൈസ്. ദുബായ് എക്സ്പോയിൽ നടന്ന ലോക സർക്കാർ ഫോറത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ മേഖലയുടെ പ്രാധാന്യം UAE ദീർഘകാലമായി തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് ഫോറത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ VPS ഹെൽത്ത് കെയർ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ഷംഷീർ വയലിൽ പറഞ്ഞു. ഡോക്ടർ നദീൻ, പ്രൊഫസർ ദരീഖോ കിഫി, ഡോക്ടർ ക്ലെയ്റ്റിൻ, ഡോക്ടർ ഡാനിയൽ ക്രാഫ്റ്റ് എന്നിവർ ഫോറത്തിൽ സംവദിച്ചു. ഖത്തർ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്തായ അൽ റിഹ്ല പുറത്തിറക്കി. അഡിഡാസ് ആണ് നിർമ്മാതാക്കൾ. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ പന്ത് എന്ന വിശേഷണവുമായാണ് റിഹ്ല ഗ്രൗണ്ടിലേക്ക് എത്തുന്നത്. അറബി ഭാഷയിൽ അൽ റിഹ്ല എന്നാൽ യാത്ര എന്നാണ് അർത്ഥം. ഖത്തറിലെ പുൽമൈതാനങ്ങളിലെ പന്തുമായുള്ള ഇതിഹാസങ്ങളുടെ യാത്രയ്ക്ക് ഇനി മിന്നൽ വേഗതയാകും. ലോകകപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ പന്താണ് ഇത്തവണ നിർമ്മാതാക്കളായ അഡിഡാസ് പുറത്തിറക്കിയത്. ഏറ്റവും വേഗതയിലും കൃത്യതയും സ്ഥിരതയുമാണ് പന്തിന്റെ പ്രധാന സവിശേഷത. അനുദിനം വേഗതയാർജിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിമിന് അനുയോജ്യമാണ് റിഹ്ലയെന്ന് അഡിഡാസ് ഡിസൈൻ ഡയറക്ടർ ഫ്രാൻസിസ്ക ലോഫ്മാൻ പറയുന്നു. അഡിഡാസിന്റെ ലാബുകളിലും വിൻഡ് ടണലുകളിലും പുൽമൈതാനത്തും തുടർച്ചയായി പരീക്ഷണങ്ങൾ നടത്തിയ ശേഷമാണ് റിഹ്ല പരുവപ്പെടുത്തിയെടുത്തത്. 20 പാനലുകളാണ് പന്തിലുള്ളത്. വാട്ടർ കളറും പശയും ഉപയോഗിച്ചാണ് ഡിസൈൻ ചെയ്തത്. ദുബായ് അടക്കമുള്ള ലോകത്തെ പ്രധാന നഗരങ്ങളിൽ റിഹ്ല ഉടൻ അവതരിപ്പിക്കും. അഡിഡാസിന്റെ വെബ്സൈറ്റ് വഴി പന്ത് വാങ്ങിക്കാം. മീഡിയ 1 ദോഹ. ഖത്തർ ലോകകപ്പിന്റെ 2ാം ഘട്ട ടിക്കറ്റ് ബുക്കിംഗ് ഏപ്രിൽ 5-ന് തുടങ്ങും. റാൻഡം നറുക്കെടുപ്പ് വഴി തന്നെയാകും ഇത്തവണയും ടിക്കറ്റ് നൽകുക. ആദ്യഘട്ടത്തിൽ 8 ലക്ഷത്തിലേറെ ടിക്കറ്റുകളാണ് ഫിഫ വിറ്റഴിച്ചത്. ആദ്യഘട്ട ടിക്കറ്റ് ബുക്കിംഗ് വഴിയും ടിക്കറ്റ് വിൽപ്പന വഴിയും ആകെ 8,04,186 ടിക്കറ്റുകളാണ് ഫിഫ വിറ്റത്.
ഖത്തറിൽ നിന്നുള്ള ആരാധകരാണ് ഇതിൽ കൂടുതൽ ടിക്കറ്റുകളും സ്വന്തമാക്കിയത്. അമേരിക്ക, ഇംഗ്ലണ്ട്, മെക്സിക്കോ, UAE എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ആരാധകരാണ് പിന്നിൽ. ഏപ്രിൽ 5-നാണ് രണ്ടാം ഘട്ട ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങുന്നത്. ചൊവ്വാഴ്ച ഖത്തർ സമയം ഉച്ചയ്ക്ക് 12 മണി മുതൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. റാൻഡം നറുക്കെടുപ്പ് വഴി തന്നെയാണ് ഇത്തവണയും ടിക്കറ്റ് ലഭിക്കുക. ലോകകപ്പ് ഗ്രൂപ്പ് ഘട്ട നറുക്കെടുപ്പ് വെള്ളിയാഴ്ച നടക്കുന്നതിനാൽ രണ്ടാം ഘട്ടത്തിൽ ഇഷ്ട ടീമുകളുടെ മത്സരത്തിന് മാത്രമായി ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ആകെയുള്ള ടിക്കറ്റുകളുടെ 1/3 ആദ്യഘട്ടത്തിൽ നൽകിയത്. ഇതിനായി 1,70,00,000-ലേറെ പേർ അപേക്ഷിച്ചിരുന്നു. രണ്ടാം ഘട്ടത്തിൽ എത്ര ടിക്കറ്റുകൾ ലഭിക്കുമെന്ന് ഫിഫ വ്യക്തമാക്കിയിട്ടില്ല. ഒമാനിലെ ഇബ്രയിൽ സ്വകാര്യ മാർബിൾ ഫാക്ടറിയിലുണ്ടായ അപകടത്തിൽ കാണാതായ 4 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 10ആയി. കാണാതായ മറ്റുള്ളവർക്കായി തിരച്ചിൽ തുടരുകയാണെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലായി അധികൃതർ നടത്തിയ തിരച്ചിലിൽ 3 പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. രക്ഷാപ്രവർത്തനത്തിന്റെ പുരോഗതി അറിയാൻ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് കസ്റ്റംസ്, നാഷണൽ കൗൺസിൽ ഫോർ എമർജൻസി മാനേജ്മെന്റ് അംഗങ്ങളും കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ചിരുന്നു. ഇപ്പോഴും പാറയിടിച്ചിൽ തുടരുന്നതിനാൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിടുന്നുണ്ടെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അധികൃതർ അറിയിച്ചു. ശനിയാഴ്ച അർദ്ധരാത്രി 12 മണിയോടെ ഇബ്രി വിലായിലെ അല്ലാർദ് പ്രദേശത്തുണ്ടായ അപകടത്തിൽ 6 പേരായിരുന്നു മരിച്ചിരുന്നത്. 3 മീറ്റർ ഘനവും 200 മീറ്റർ ഉയരവുമുള്ള മാർബിൾ പാളിയാണ് ആദ്യമിടിഞ്ഞു വീണത്. അപകട സമയത്ത് ഇന്ത്യക്കാരും പാകിസ്ഥാനികളുമായിരുന്ന തൊഴിലാളികളായിരുന്നു സ്ഥലത്തുണ്ടായിരുന്നത്. ദാഹിറ ഗവർണറേറ്റിലെ സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീമുകളുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടന്നുവരുന്നത്. മീഡിയ 1, ഒമാൻ. ഖത്തറിൽ കോവിഡ് 4ാം ഡോസിന് അനുമതി. 60 വയസ്സിന് മുകളിലുള്ളവർക്കും വിട്ടുമാറാത്ത ഗുരുതര രോഗങ്ങൾ ഉള്ളവർക്കുമാണ് അനുമതി. ബൂസ്റ്റർ ഡോസ് എടുത്ത 4 മാസം പിന്നിട്ടാൽ 4ാം ഡോസ് എടുക്കാം. വിവരങ്ങൾ നൽകാൻ ഫൈസൽ ഹംസ ചേരുന്നുണ്ട്. ഫൈസൽ, എപ്പോൾ മുതലാണ് വാക്സിൻ നൽകി തുടങ്ങുക? ആർക്കൊക്കെ 4ാം ഡോസ് സ്വീകരിക്കാനാകും? രേഷ്മ, കോവിഡ് വ്യാപനം ഖത്തറിൽ ഏതാണ്ട് കുറഞ്ഞു വരികയാണ്. പക്ഷേ ഈ പ്രായമായവരിലും അതുപോലെ തന്നെ ഗുരുതര രോഗമുള്ള, വിട്ടുമാറാത്ത രോഗമുള്ളവരിലും വാക്സിനേഷൻ അത് ബൂസ്റ്റർ ഡോസ് എടുത്താൽ പോലും ഫലപ്രദമാകുന്നില്ല. അവരുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു വരുന്നു എന്നുള്ള പഠനത്തിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 4ാം ഡോസ് നൽകാൻ ഖത്തർ ആരോഗ്യ മന്ത്രാലയം അനുമതി നൽകിയിരിക്കുന്നത്. അത് ഫൈസർ, മൊഡേണ വാക്സിനുകളാണ് ഇപ്പോൾ നിലവിൽ കൊടുക്കാൻ അനുമതി നൽകിയിട്ടുള്ളത്. ഇന്ന് മുതൽ തന്നെ, അതായത് അടുത്ത ദിവസം മുതൽ തന്നെ ഈ വാക്സിൻ നൽകി തുടങ്ങാനാകും എന്നാണ്. ഇത് എന്ന് മുതൽ എന്ന് കൃത്യമായി പറയുന്നില്ല. പക്ഷേ അനുമതി നൽകിയതോടുകൂടെ അത് തീരുമാനമായിരിക്കുന്നു. വാക്സിൻ എടുക്കാം എന്നുള്ളത് തന്നെയാണ് അക്കാര്യത്തിലുള്ള തീരുമാനം. എന്തായാലും 60 വയസ്സ് കൂടുതൽ, 60 വയസ്സോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രായമുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ ക്യാൻസർ ചികിത്സ നേരിടുന്നവർ, ക്യാൻസറിന് ചികിത്സിക്കുന്നവർ, അവയവമാറ്റം നടത്തിയ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകൾ, അതോടൊപ്പം 2 വർഷത്തിനുള്ളിൽ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ ആളുകൾ, അവർക്കും തന്നെ രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും. മറ്റു രോഗങ്ങൾ വന്ന് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകൾ, അതോടൊപ്പം തന്നെ HIV ബാധയുള്ളവർ, ഭേദമാകാത്ത വൃക്കരോഗമുള്ളവർ, ഇങ്ങനെയുള്ള ആളുകളിലാണ് ഇവരുടെ രോഗം പെട്ടെന്ന് ഭേദമാകാതിരിക്കുകയും നിത്യരോഗികളായി തുടരുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അവർ കോവിഡ് വരികയാണെങ്കിൽ അത് കൂടുതൽ സങ്കീർണമായ രോഗാവസ്ഥയിലേക്ക് മാറും എന്നുള്ള കണ്ടെത്തലിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 4ാം ഡോസ്, ബൂസ്റ്റർ ഡോസിന് പിന്നാലെ 4ാം ഡോസ് കൂടി എടുക്കാൻ അനുമതി നൽകിയിരിക്കുന്നത്. അതായത് ബൂസ്റ്റർ ഡോസ് എടുത്ത് 4 മാസം കഴിഞ്ഞ ആളുകൾക്കാണ് ഇങ്ങനെ 4ാം ഡോസ് എടുക്കാൻ ഇപ്പോൾ അനുമതി നൽകിയിട്ടുള്ളത്. ശരി, ഫൈസൽ ഹംസയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് കൂടി. ഇലക്ട്രോണിക് വാഹനങ്ങൾക്കായി അബുദാബിയിൽ ഉടനീളം ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കും. UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്ലസ് എന്ന കമ്പനിക്കാണ് ഇതിന്റെ ചുമതല. പദ്ധതിയുടെ ഭാഗമായി ആദ്യ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചു. 15 മിനിറ്റ് മുതൽ 1.25 മണിക്കൂറിനുള്ളിൽ ചാർജ് ചെയ്യുന്ന വാഹനങ്ങൾക്ക് 400 കിലോമീറ്റർ വരെ സഞ്ചരിക്കാനാവും. ദേശീയ സുസ്ഥിരതാ യജ്ഞത്തിന്റെ ഭാഗമായാണ് നീക്കം. നേരത്തെ അബുദാബിയിൽ ഫാസ്റ്റ് ചാർജ് സൗകര്യം ലഭ്യമായിരുന്നില്ല. അബുദാബി നിവാസികൾക്ക് പാർക്കുകൾ, കഫേകൾ, റെസ്റ്റോറന്റുകൾ, മറ്റ് പ്രധാന ഇടങ്ങൾ എന്നിവിടങ്ങളിലെ മവാക്കിഫ് പാർക്കിംഗ് ലോട്ടുകളിലാണ് പ്ലസ് EV ചാർജിംഗ് സ്റ്റേഷനുകളുടെ സേവനം ലഭ്യമാക്കുക.
UAE-യിലെ പ്രധാന ഇടങ്ങളിലെല്ലാം ഫാസ്റ്റ് ചാർജിംഗ് EVM സ്റ്റേഷനുകൾ സ്ഥാപിക്കുകയെന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് പദ്ധതിയെന്ന് കമ്പനിയുടെ ആദ്യ പബ്ലിക് ചാർജിംഗ് സ്റ്റേഷന്റെ ഉദ്ഘാടന വേളയിൽ കമ്പനി ബോർഡംഗം അറിയിച്ചു. 100 EV ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാനാണ് പ്ലസിന്റെ പദ്ധതി. പ്ലസിന്റെ ആദ്യ പബ്ലിക് EV ചാർജിംഗ് സ്റ്റേഷൻ ഉദ്ഘാടന ചടങ്ങിൽ അബുദാബി ഡിസ്ട്രിബ്യൂഷൻ കമ്പനി മാനേജിംഗ് ഡയറക്ടർ സയ്യിദ് മുഹമ്മദ് അൽ സുവൈദി, സംയോജിത ഗതാഗത കേന്ദ്രം ഡയറക്ടർ ജനറൽ അബ്ദുല്ല അൽ മസ്റൂഖി, അബുദാബി ഡിസ്ട്രിബ്യൂഷൻ കമ്പനി കസ്റ്റമർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അബ്ദുൽ അസീസ് അൽ സംഷി, അബുദാബി ഊർജ്ജ വകുപ്പിലെ ഡയറക്ടർ റമീസ് അലൈല എന്നിവർ സംബന്ധിച്ചു. മീഡിയ 1 അബുദാബി. അർബുദ ശസ്ത്രക്രിയയ്ക്ക് പുതിയ സാങ്കേതികവിദ്യ പരിചയപ്പെടുത്തി UAE. റോബോട്ടിക് സൈബർ നൈഫ് എന്ന സാങ്കേതികവിദ്യയാണ് ആരംഭിച്ചത്. ദുബായ് ന്യൂറോസ്പൈനൽ ആശുപത്രിയാണ് ആദ്യമായി സാങ്കേതികവിദ്യ പരിചയപ്പെടുത്തിയത്. ദുബായ് അൽബർഷ സയൻസ് പാർക്കിലെ ന്യൂറോസ്പൈനൽ ആശുപത്രിയിൽ ആരംഭിച്ച ക്യാൻസർ ചികിത്സാ കേന്ദ്രത്തിലാണ് UAE-യിൽ ആദ്യമായി റോബോട്ടിക് സൈബർ നൈഫ് എന്ന നൂതന ശസ്ത്രക്രിയാ സാങ്കേതികവിദ്യ പരിചയപ്പെടുത്തുന്നത്. ശരീരത്തിനകത്ത് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾക്ക് എത്തിപ്പെടാൻ പ്രയാസമുള്ള ഭാഗങ്ങളിലെ മുഴകൾ റേഡിയേഷൻ തെറാപ്പിയിലൂടെ നീക്കം ചെയ്യാനാണ് റോബോട്ടിക് സൈബർ നൈഫ് സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുകയെന്ന് ആശുപത്രി സ്ഥാപകനായ പ്രൊഫസർ അബ്ദുൽ കരീം മസദി പറഞ്ഞു. Alhamdulillah, thanks God, we have it in Dubai now in this new hospital again, and it is the only one in this hospital. In this area, we have one in Istanbul and we have one in the King Fahd Medical City in Riyadh. വേദനയില്ലാതെ ശസ്ത്രക്രിയ നടത്താം. ഓപ്പറേഷൻ പൂർത്തിയാക്കിയ അന്നേ ദിവസം തന്നെ രോഗിക്ക് ആശുപത്രി വിടാനും പുതിയ സംവിധാനത്തിലൂടെ സാധിക്കുമെന്ന് ക്യാൻസർ വിദഗ്ധ ഡോക്ടർ സലാം യാനക് പറഞ്ഞു. Of the patient care by providing the very latest technology and the full offering of treatments options. തല, കഴുത്ത്, നട്ടെല്ല്, വൃക്കകൾ, കരൾ എന്നിവിടങ്ങളിൽ അർബുദത്തെ തുടർന്നുണ്ടാകുന്ന മുഴകൾ പ്രയാസമില്ലാതെ ഈ സാങ്കേതികവിദ്യയിലൂടെ സുഖപ്പെടുത്താനാകും. നിലവിൽ പിന്തുടരുന്ന ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടിവരുന്ന ചെലവേ പുതിയ സാങ്കേതികവിദ്യയ്ക്കും വരികയുള്ളൂ എന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. COO ഡാന മസ്തിയും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദുബായ്. ലണ്ടൻ അമേരിക്കൻ സിറ്റി കോളേജിന്റെ ബിരുദദാന ചടങ്ങ് ദുബൈയിൽ നടന്നു. കോവിഡ് പ്രതിസന്ധി മറികടന്നതിന്റെ ആവേശത്തിലായിരുന്നു വിദ്യാർത്ഥികൾ ബിരുദം സ്വീകരിക്കാൻ എത്തിയത്. വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനങ്ങളും ഫലകങ്ങളും ചടങ്ങിൽ കൈമാറി. ലണ്ടൻ അമേരിക്കൻ സിറ്റി കോളേജ് പ്രസിഡന്റും സിഇഒയുമായ പ്രൊഫസർ ഡോക്ടർ പോൾസൺ മാത്യു ചുങ്കപ്പുര, മാനേജിംഗ് ഡയറക്ടറും ഡീനുമായ പ്രൊഫസർ ഡോക്ടർ കോപ്പ് മുഹമ്മദ് എന്നിവരുടെ മേൽനോട്ടത്തിലായിരുന്നു ബിരുദദാന ചടങ്ങ്. അമേരിക്കയിലെ മഡോണ യൂണിവേഴ്സിറ്റി, മാസിഡോണിയയിലെ യൂറോ കോളേജ്, ഫ്രാൻസിലെ കോളേജ് ഡി പാരീസ്, സ്വിറ്റ്സർലാൻഡിലെ UBIS യൂണിവേഴ്സിറ്റി എന്നിവയിൽ നിന്ന് ലണ്ടൻ അമേരിക്കൻ സിറ്റി കോളേജിലെ 500-ലേറെ വിദ്യാർത്ഥികളാണ് ബിരുദ സർട്ടിഫിക്കറ്റുകൾ സ്വീകരിച്ചത്. ഇതിനു പുറമെ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഡിപ്ലോമ, അഡ്വാൻസ്ഡ് ഡിപ്ലോമ, ബിരുദാനന്തര ഡിപ്ലോമ എന്നിവയുടെ വിതരണവും നടന്നു. Ford Motor Corporation and General Motors Corporation, and so they are in well-placed positions because they are holding one of the best American degrees from London American City College. I share the pride of success and the accomplishment of our graduating students. The entire college is very proud of all of you, my dear students. അക്കാദമിക്, കായികം, നേതൃമികവ് എന്നീ തലങ്ങളിൽ വിവിധ പുരസ്കാരങ്ങളും കൈമാറി. നയതന്ത്ര ഉദ്യോഗസ്ഥർ, അക്കാദമിക് പണ്ഡിതർ, ഇന്ത്യൻ കൂട്ടായ്മകളുടെ പ്രതിനിധികൾ എന്നിവരും ബിരുദദാന ചടങ്ങിൽ സംബന്ധിച്ചു. ഇതിനകം 15,000-ലേറെ വിദ്യാർത്ഥികളാണ് ലണ്ടൻ അമേരിക്കൻ സിറ്റി കോളേജ് മുഖേന ലോകോത്തര സർവകലാശാലകളുടെ ബിരുദം കരസ്ഥമാക്കിയത്. മീഡിയ 1 ദുബായ്. കുവൈത്തിൽ ബിൽ കുടിശ്ശിക വരുത്തിയവർക്ക് റമദാൻ ഇളവുമായി ജലം വൈദ്യുതി മന്ത്രാലയം. ബിൽ അടയ്ക്കാത്തതിന്റെ പേരിൽ റമദാനിൽ ആരുടെയും കുടിവെള്ള കണക്ഷൻ വിച്ഛേദിക്കരുതെന്ന് ജലം വൈദ്യുതി വകുപ്പ് മന്ത്രി അലി അൽ മൂസ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കുടിശ്ശിക കാരണം നേരത്തെ വിച്ഛേദിച്ച കണക്ഷനുകളും പുനഃസ്ഥാപിക്കണം. ഉപഭോക്താക്കളിൽ നിന്ന് കുടിശ്ശിക അടയ്ക്കുമെന്ന സത്യവാങ്മൂലം വാങ്ങിയ ശേഷമായിരിക്കണം ഇത്. ഇത്തരം ഉപഭോക്താക്കൾ കുടിശ്ശിക അടച്ചു തീർത്തില്ലെങ്കിൽ ഈദുൽ ഫിത്തർ കഴിഞ്ഞ ഉടൻ കുടിവെള്ള കണക്ഷൻ വീണ്ടും കട്ട് ചെയ്യണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. റമദാന് ഉപഭോക്താക്കൾക്ക് ആകർഷകമായ ഇളവുകളുമായി ലുലുവിന്റെ റമദാൻ ബൊക്കെ സൗദിയിൽ തുടങ്ങി. എളുപ്പത്തിൽ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന പ്രീ പാക്കേജ് റമദാൻ കിറ്റുകളാണ് പ്രധാന പ്രത്യേകത. റമദാന്റെ ഭാഗമായി വിവിധ ഫെസ്റ്റിവലുകളും ലുലുവിൽ പ്രഖ്യാപിച്ചു. أهلا وسهلا ومرحبا بكم في المؤتمر الصحفي للحملة الرمضانية.
أهلا بكم في لولو هايبر ماركت. വിരുന്നെത്തിയ റമദാനെ സ്വീകരിക്കാൻ ആകർഷകമായ ഓഫറുകളാണ് സൗദിയിലെ എല്ലാ ലുലു മാളുകളിലും ഒരുക്കിയിട്ടുള്ളത്. റമദാൻ കിറ്റുകളാണ് പ്രധാന ആകർഷണം. 99-199 റിയാലുകളിലായി കിറ്റുകൾ ലഭ്യമാണ്. ഇതിനു പുറമെ മീറ്റ് ഫെസ്റ്റ്, ഈന്തപ്പഴ ഫെസ്റ്റ്, റമദാൻ രാത്രികളിൽ വിവിധ ആഘോഷങ്ങൾ, മധുരപലഹാരങ്ങൾ, ഡെസേർട്ട് ഫെസ്റ്റിവൽ തുടങ്ങി ആകർഷകമായ പദ്ധതികളാണ് ലുലു ഒരുക്കുന്നത്. يسعدنا اليوم أن نعلن عن حملة رمضان لهذا العام. ഉപഭോക്താക്കൾക്ക് മൊത്തവിലയിൽ പുതിയ പഴങ്ങളും പച്ചക്കറികളും നൽകുന്നതിനായി പ്രത്യേക സൂക്കും ഒരുക്കിയിട്ടുണ്ട്. റമദാൻ മുഴുവനും 30 വിദേശ പഴങ്ങൾ ആകർഷകമായ വിലയിൽ ഇവിടെ ലഭ്യമാകും. ദുരിതബാധിതർക്ക് ഇഫ്താർ ബോക്സുകൾ വിതരണം ചെയ്യുന്ന സൗദി ഫുഡ് ബാങ്കുമായി സഹകരിച്ച് റമദാൻ ബോക്സ്, ഇഫ്താർ ഭക്ഷണം എന്നിവ ലുലു ഒരുക്കുന്നുണ്ട്. ഉപഭോക്താക്കൾക്ക് 15-99 റിയാലുകൾക്ക് വാങ്ങാൻ സാധിക്കുന്ന സൗകര്യപ്രദമായ ഫുഡ് പാക്കറ്റുകൾ ഉൾക്കൊള്ളുന്നതാണ് ഇഫ്താർ ബോക്സുകൾ. ക്യാഷ് കൗണ്ടറുകൾ വഴി 15-99 റിയാലുകൾ ഇതിലേക്ക് സംഭാവന ചെയ്യാനുള്ള അവസരവുമുണ്ട്. സൗദി ഫുഡ് ബാങ്ക് ഇഫ്താറിനും അത്താഴത്തിനുമുള്ള ഭക്ഷണങ്ങൾ ലഭിക്കുന്ന കാർഡുകളും ലുലു പുറത്തിറക്കി. കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും സമ്മാനങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് തീം റമദാൻ ബോക്സുകളുടെ മനോഹരമായ രൂപവും ലുലു പുറത്തിറക്കിയിട്ടുണ്ട്. ഉപഭോക്താക്കൾക്ക് അവരുടെ സാധനങ്ങൾ തെരഞ്ഞെടുക്കാനും അവരുടെ ബോക്സുകൾ സൗദി പോസ്റ്റിലൂടെ ലോകത്തെവിടെയും അയക്കാനും കഴിയും. ഈ സേവനത്തിന് കൊറിയർ ചാർജുകളിൽ 10% പ്രത്യേക കിഴിവും ലഭ്യമാകും. കൂടാതെ റിയാദ്, ജിദ്ദ, അൽഖോബാർ എന്നിവിടങ്ങളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ സൗദി പോസ്റ്റ് ബൂത്തും ലഭ്യമാണ്. ഡയറ്റ് രീതി തുടരുന്നവർക്കായി കീറ്റോ, വെഗൻ ഇഫ്താർ വിഭവങ്ങളും ലുലു ഒരുക്കുന്നുണ്ട്. റമദാനിൽ രുചികരമായ ഭക്ഷണങ്ങൾ തയ്യാറാക്കിക്കൊണ്ട് റമദാൻ രാത്രികൾ ലുലു സജീവമാക്കും. ഷോപ്പിംഗ് എളുപ്പവും സൗകര്യപ്രദവുമാക്കുന്നതിനാണ് ഉൽപ്പന്ന ഓഫറുകളും റമദാൻ കിറ്റുകളും ആരംഭിച്ചതെന്ന് സൗദി അറേബ്യയിലെ ലുലു ഡയറക്ടർ ഷഹീം മുഹമ്മദ് പറഞ്ഞു. മീഡിയ 1, റിയാദ്. ദുബായ് എക്സ്പോയിൽ മീഡിയ വണ്ണിന് അബുദാബി ടിവിയുടെ ആദരം. എക്സ്പോ വിശേഷങ്ങൾ ഇന്ത്യൻ പ്രേക്ഷകരിൽ എത്തിച്ച മീഡിയ വൺ ടീം അംഗങ്ങളുടെ അഭിമുഖം ദേശീയ ചാനലായ അബുദാബി ടിവി സംപ്രേഷണം ചെയ്തു. ഇന്ന് രാത്രിയാണ് മീഡിയ വൺ ചീഫ് ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റ് ഷിനോർ ഷംസുദ്ദീൻ, ക്യാമറമാൻ യാസിർ അറഫാത്ത് എന്നിവരുടെ അഭിമുഖം അബുദാബി ടിവി തത്സമയം സംപ്രേഷണം ചെയ്തത്. حياكم الله ويانا. بداية لو تعطونا نبذة عنكم عن مجالكم الإعلامي. I am working around 22 years in أنا أعمل reporting for منذ 22 عام في مجال الإعلام. I started with print medium. Now وقد بدأت مع out of my 22-year career, 16 years from GCC countries. وقد عملت في دول الخليج منذ 16 عاما في عمان وقطر والإمارات وغيرها. وقد غطينا إطلاق برج خليفة والمترو وها أنا. ദമാം മീഡിയ ഫോറത്തിന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി ജയ്ഹിന്ദ് ടിവിയിലെ മുജീബ് കളത്തിലിനെയും ജനറൽ സെക്രട്ടറിയായി 24 ന്യൂസിലെ സുബൈർ ഉദിനൂരിനെയും ട്രഷററായി മീഡിയ വണ്ണിലെ നൌഷാദ് ദിരിക്കൂറിനെയും തെരഞ്ഞെടുത്തു. വാർഷിക ജനറൽ ബോഡി യോഗം ഹബീബ് എലംകുളം ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് റഫീഖ് ചെമ്പോത്ര വൈസ് പ്രസിഡന്റ്, പ്രവീൺ ജോയിന്റ് സെക്രട്ടറിയായും ചുമതലയേറ്റു. സാജിദ് ആറാട്ടുപുഴ, സിറാജ് വെഞ്ഞാറമൂട്, PT അലവി എന്നിവർ നേതൃത്വം നൽകി. തനിച്ച് ബൈക്കിൽ ലോകം ചുറ്റാനിറങ്ങിയ മലയാളി സൗദിയിലെത്തി. യാത്ര ജീവിതചര്യയാക്കി മാറ്റിയ മലപ്പുറം ചേലമ്പ്ര സ്വദേശി മുഹമ്മദ് ദിൽഷാദാണ് ഒറ്റയ്ക്ക് ബൈക്കിൽ സഞ്ചരിച്ച് റോഡ് മാർഗം സൗദിയിലെത്തിയത്. സാഹസികതകളും ദുർഘടങ്ങളും നിറഞ്ഞതായിരുന്നു സൗദിയിലേക്കുള്ള യാത്രയെന്ന് ദിൽഷാദ് പറയുന്നു. 2 മാസം മുമ്പാണ് നാട്ടിൽ നിന്നും യാത്ര തിരിച്ചത്. ബോംബെ വരെ ബൈക്കിൽ യാത്ര ചെയ്തു. അവിടെ നിന്ന് ഷിപ്പ് മാർഗം നേരെ ദുബായിലെത്തി. അങ്ങനെ മുംബൈയിൽ നിന്ന് ദുബായിലേക്ക് ഷിപ്പ് ചെയ്ത് ദുബായിൽ നിന്ന് ഒമാന് വഴി ആണ് വീണ്ടും സൗദിയിലേക്ക് എത്തിയത്. ശരിക്കും നമ്മളെ ഫൈനൽ ഡെസ്റ്റിനേഷൻ മൊറോക്കോ വരെയാണ്. ആഫ്രിക്കൻ കൺട്രിയിൽ 27 രാജ്യങ്ങൾ കവർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതുവഴി വന്നു കഴിഞ്ഞാലേ ഉള്ളൂ മിഡിൽ ഈസ്റ്റിൽ നിന്ന് നേരെ ജോർഡാൻ, ഇസ്രായേൽ, ഈജിപ്ത് അങ്ങനെ കവർ ചെയ്യാൻ പറ്റും. അപ്പം ടോട്ടലി 2 വർഷത്തെ ഒരു യാത്രയാണ്. ഒമാനിൽ നിന്നും സൗദിയിലേക്കുള്ള യാത്രയിലായിരുന്നു സാഹസികത ഏറെ അനുഭവപ്പെട്ടത്. ഒമാനിൽ നിന്ന് സൗദിയിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ റോഡ് വന്നിട്ടുണ്ട്, റുബൽ ഖാലി. അതിൻ്റെ ഒരു യാത്രയിൽ ഏറ്റവും കൂടുതൽ ഞാൻ റിസ്ക് എടുത്ത് ഓടിക്കേണ്ടി വന്നിട്ടുള്ള റോഡ് തന്നെയാണ്.
ഏകദേശം 700 കിലോമീറ്ററോളം അതായത് ഒരുവിധം സാഹസികതയൊക്കെ എടുക്കുന്ന ആളുകളാണ് അറബികൾ പോലും ഒരു കാലത്ത് ക്രോസ് ചെയ്യാൻ പേടിച്ചിരുന്ന റോഡാണ് റൂബൽ ഖാലി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലോകത്തിൽ തന്നെ സഹാറ ഡെസേർട്ടിൽ കൂടി ഇല്ല ഇത്ര ഡേഞ്ചറായിട്ട് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത്രയും ഒരു ഡേഞ്ചറായിട്ടുള്ള ഒരു ഡെസേർട്ട് ക്രോസ് ചെയ്തിട്ട് ആ ഡെസേർട്ട് ക്രോസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വല്ലാത്തൊരു അഡ്വഞ്ചർ തന്നെയാണ്. നമ്മളെ കൺമുന്നിൽ നിന്നൊക്കെ ഒരു ക്യാമ്പിയൊക്കെ മറിഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. 2 ദിവസമെടുത്താണ് റുബുൽ ഖാലി മരുഭൂമി ക്രോസ് ചെയ്തത്. ഹൃദ്യമായ അനുഭവങ്ങളാണ് സൗദി അതിർത്തിയിൽ അധികാരികളിൽ നിന്ന് ലഭിച്ചത്. ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്ക് തരുന്നുണ്ട്. എനിക്ക് ബോർഡറിൽ തന്നെ ഒരുപാട് നട്ട്സ് ജ്യൂസ് കാര്യങ്ങളെല്ലാം എൻ്റെ വണ്ടിയിൽ അവരെന്നെ പാക്ക് ചെയ്ത് കെട്ടി തന്ന് ഇനി ഇവിടെ നിന്നുള്ള യാത്രയിൽ ഞങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ടീവാണ് സൗദി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പൊതുവെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ അല്ല ഭയങ്കര സപ്പോർട്ടീവ്. അവരെ രാജ്യത്തേക്ക് വരുന്ന അതിഥിയായിട്ട് തന്നെയാണ് അവർ സ്വീകരിക്കുന്നത്. നാട്ടിൽ നിന്നെത്തിയ അതിഥിയെ സ്വീകരിക്കാനും സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുവാനും പ്രവാസി സഞ്ചാരി ഗ്രൂപ്പുകൾ സജീവമാണ്. ഇപ്പോൾ ഞങ്ങൾ അറേബ്യൻ ഓഫ് റോഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നതും അഡ്വഞ്ചർ ട്രിപ്സ് പോകുന്നവരാണ്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള യാത്രക്കാരെ സ്വീകരിക്കുക, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന് പറയുമ്പോഴേക്ക് ഇവർക്ക് ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ ഗ്രാമങ്ങളാണെങ്കിൽ ഗ്രാമങ്ങൾ കാണിക്കാനായിട്ടുള്ള ആ രീതിയിലുള്ള സഹായം ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ പറ്റുന്ന രീതിയിൽ അത് ഏതായാലും. വർഷങ്ങൾക്ക് മുമ്പ് ജിദ്ദയിൽ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന ദിൽഷാദ് ഇപ്പോൾ സഞ്ചാരിയായാണ് വീണ്ടും സൗദിയിലെത്തിയത്. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമാം. മലപ്പുറം ജില്ലയിലെ തിരൂർ പ്രവാസികളുടെ കൂട്ടായ്മയായ ടീം തിരൂർ ഫെസ്റ്റ് സീസൺ സംഘടിപ്പിച്ചു. ഖത്തർ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിലായിരുന്നു പരിപാടി. കോവിഡ് നിയന്ത്രണങ്ങൾ മാറുന്നതോടെ ടീം തിരൂർ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പ്രസിഡന്റ് അഷ്റഫ് ചിറക്കൽ അറിയിച്ചു. സലീം കയനിക്കര പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ചീഫ് കോർഡിനേറ്റർ സദീർ അലി സ്വാഗതം പറഞ്ഞു. റേഡിയോ മിർച്ചി ഖത്തർ തലവൻ അരുൺ ലക്ഷ്മണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഖാലിദ് കുറ്റ്യാടി സംവിധാനം ചെയ്ത കണ്ണീർ കടൽ എന്ന സംഗീത ആൽബം സലാലയിൽ പ്രകാശനം ചെയ്തു. ഇക്ര അക്കാദമി ഹാളിൽ നടന്ന പരിപാടിയിൽ അബു തഹ്നൂൻ, ഗ്രൂപ്പ് MD ഒ അബ്ദുൾ ഗഫൂർ, സുദർശനന് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. പരിപാടിയിൽ ഹുസൈൻ കാച്ചിലോടി, ഡോക്ടർ ഷാജി, പി ശ്രീധർ, കരുണൻ എന്നിവർ സംസാരിച്ചു. അഫ്സൽ കാപ്പാട് ആലാപനം നടത്തിയ ഗാനത്തിന്റെ വരികൾ സുബറിന്റേതാണ്. ആൽബം യൂട്യൂബിൽ റിലീസ് ചെയ്തു. ഗൾഫ് മാധ്യമം ഖത്തർ റൺ 3ാം സീസൺ ഏപ്രിൽ 1 നടക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ രാജ്യത്തെ ഓട്ടക്കാരുടെ കലണ്ടർ ഇനമായി മാറിയ ഖത്തർ റൺ 2022 രജിസ്ട്രേഷൻ പുരോഗമിക്കുകയാണ്. ദീർഘ ഹ്രസ്വദൂര വിഭാഗങ്ങളിലായി 45ഓളം രാജ്യക്കാർ പങ്കെടുക്കും. അസ്പേർ പാർക്കാണ് ഇത്തവണ വേദിയാകുന്നത്. ഏപ്രിൽ 1 വെള്ളിയാഴ്ച രാവിലെ 6:30 മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കും. പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും മത്സരങ്ങൾ. 10 കിലോമീറ്റർ, 5 കിലോമീറ്റർ, 3 കിലോമീറ്റർ ദൂര വിഭാഗങ്ങളിൽ 16 കാറ്റഗറികളിലായാണ് മത്സരം നടക്കുക. സൗദിയിൽ മിസ സാജിയ അറിയേണ്ടതും ചെയ്യേണ്ടതും എന്ന വിഷയത്തിൽ ഫോക്കസ് ഇന്റർനാഷണൽ ജിദ്ദ ഡിവിഷൻ സെമിനാർ സംഘടിപ്പിച്ചു. ബിസിനസ് തൊഴിൽ മേഖലകളിലെ മാറ്റങ്ങളും പുതിയ ബിസിനസ് സംരംഭകർ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളും ഉൾപ്പെടുത്തിയായിരുന്നു സെമിനാർ. സൗദി അറേബ്യയിൽ ബിസിനസ് തൊഴിൽ മേഖലകളിൽ നിരവധി അനുകൂല സാഹചര്യങ്ങളാണുള്ളത്. ഇത് ഉപയോഗപ്പെടുത്തി ചെറുതും വലുതുമായ എല്ലാ ബിസിനസ്സുകളും മിസ കമ്പനിയായി രജിസ്റ്റർ ചെയ്യണമെന്ന് സാമ്പത്തിക വിദഗ്ധൻ ജമാൽ ഇസ്മായിൽ പറഞ്ഞു. ജിദ്ദ ചേംബർ ഓഫ് കൊമേഴ്സ് മുൻ വൈസ് ചെയർമാൻ മാസിന ബാറ്റർജി മുഖ്യാതിഥിയായിരുന്നു. കാലാവസ്ഥ. റിയാദ് കുറഞ്ഞ താപനില 17 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്. ജിദ്ദ കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്. ദമാം കുറഞ്ഞ താപനില 14 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്. മസ്കത്ത് കുറഞ്ഞ താപനില 21 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്. സലാല കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്. കുവൈറ്റ് സിറ്റി കുറഞ്ഞ താപനില 15 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്. UAE ദുബൈ കുറഞ്ഞ താപനില 20 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്. അബുദാബി കുറഞ്ഞ താപനില 20 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്.
വനാമ കുറഞ്ഞ താപനില 19 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ഖത്തർ ദോഹ കുറഞ്ഞ താപനില 13 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്. വിനിമയ നിരക്ക്. സൗദി റിയാൽ 20 രൂപ 21 പൈസ, UAE ദിർഹം 20 രൂപ 64 പൈസ, ഖത്തർ റിയാൽ 20 രൂപ 82 പൈസ, ഒമാൻ റിയാൽ 196 രൂപ 87 പൈസ, കുവൈറ്റ് ദിനാർ 249 രൂപ 44 പൈസ, ബഹ്റൈൻ ദിനാർ 201 രൂപ 8 പൈസ.